വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഫസ്ന സുബ്. അപ്പോൾ കുറേ മുന്നേ നമ്മളെ ബേക്കറികളിലൊക്കെ ചില്ലുകൂട്ടിൽ കണ്ടിട്ടുള്ള ജാം ഹണി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കേക്കിന്. ഇതിൽ നമ്മൾ ക്രീമൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കേക്ക് ജെല്ല് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ബേക്കറി സ്റ്റൈലിലാണ് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കേക്ക് ജെല്ല് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. എല്ലാ ബേക്കറികളിലും കേക്ക് ജെല്ല് ഉപയോഗിച്ചിട്ടാണ് അധികവും ഈ കേക്കുകളൊക്കെ ചെയ്തെടുക്കാറുള്ളത് കേട്ടോ. ഇനിയിപ്പോൾ അതാ 3 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിലേക്ക് ഷുഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഹണി ജാം കേക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഉള്ളതായിരിക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൽ ചേർക്കുന്ന ആ ഒരു ഷുഗറിൻ്റെ അളവ് ഞാനൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാ രീതിയിലുള്ള കേക്കാണ് ചെയ്യുന്നതെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര തന്നെ നമ്മൾ എടുക്കാറുണ്ട്. 1/2 കപ്പ് മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര എടുക്കാറുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1/2 കപ്പിലും കുറച്ചിട്ടാണ് കേട്ടോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് അത്യാവശ്യം മധുരം ഇഷ്ടമുള്ളവരാണെങ്കിൽ 1/2 കപ്പ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം പൊടിക്കാത്ത പഞ്ചസാരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സാധാ രീതിയിലൊക്കെ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു ബാറ്റർ റെഡി ആയിട്ട് കിട്ടും. പക്ഷേ ഇതിൽ നമ്മൾ കേക്ക് ജെല്ല് ചേർക്കുന്നതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം നല്ലോണം തന്നെ നമ്മളിത് ബീറ്റ് ചെയ്തെടുക്കാറുണ്ട്. ഇപ്പോൾ ഇതാ കോഴിമുട്ടയും പഞ്ചസാരയൊക്കെ നല്ലവണ്ണം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കേക്ക് ജെല്ലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/2 ടീസ്പൂണ് കേക്ക് ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ബേക്കറി സ്റ്റൈലിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു കേക്ക് ജെല്ല് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുകയാണെങ്കിൽ സാധാ രീതിയിൽ നമ്മൾ കേക്ക് സ്പോഞ്ച് ഉണ്ടാക്കില്ല അതുപോലെ കേക്ക് ഉണ്ടാക്കിയിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 ടീസ്പൂണ് കേക്ക് ജെല്ല് ചേർത്തിട്ടുണ്ട്. കേക്ക് ജെല്ല് ചേർക്കുന്നതുകൊണ്ട് തന്നെ നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കും. 2 ടേബിൾ സ്പൂണ് നോർമൽ വാട്ടറും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത്യാവശ്യം നല്ലോണം തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കേക്ക് ജെല്ല് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിലേക്ക് ബേക്കിംഗ് സോഡയോ ബേക്കിംഗ് പൗഡറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു മൈദപ്പൊടിക്ക് പകരമായിട്ട് നമ്മൾ കേക്ക് മിക്സ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു രീതിയിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കേക്ക് മിക്സ് വെച്ചിട്ട് കേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ ഇത് കേക്ക് ജെല്ല് വെച്ചിട്ട് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് ബീറ്റർ വെച്ചിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഹണി ജാം കേക്ക് കുറേ മുന്നേ ഒക്കെ ബേക്കറികളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പം അധികം കടകളിലൊക്കെ ക്രീം കേക്ക് തന്നെയാണ് കേട്ടോ കാണാറുള്ളത്. പിന്നെ നമ്മൾ ബാംഗ്ലൂർ ആ ഭാഗത്തേക്ക്, കർണാടക ആ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ ഇപ്പോഴും ഹണി കേക്കൊക്കെ ഒരുപാട് ബേക്കറികളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഒരുപാട് മധുരം ഇഷ്ടമുള്ളവർക്കാണ് കേട്ടോ ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം ഉണ്ടാവുകയുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധികം നമ്മളിതിൽ ഷുഗർ സിറപ്പും ഹണി ജാം ഒക്കെയാണല്ലോ ചേർക്കുന്നത്. അപ്പോൾ അത് നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ബേക്ക് ചെയ്തെടുക്കണം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ടിന്നിലാണ് കേട്ടോ, കേക്ക് ടിന്നിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടില്ലേ, ഒരു ഭയങ്കര ഒരു ക്രീമി ആയിട്ടുള്ള ആ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ ഉള്ളത്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കേക്ക് ബേക്കായിട്ട് വരുന്ന സമയത്ത് നല്ലൊരു തിക്നെസ്സോട് കൂടിയാണ് കേട്ടോ കിട്ടുക. ഇനി ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതിലുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു സമയം കൊണ്ട് ഞാൻ ഓവന് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഏകദേശം ഒരു 25 മിനിറ്റോളാണ് കേട്ടോ എനിക്കിത് ബേക്ക് ആവാൻ വേണ്ടിയിട്ട് സമയം വേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഒരു കേക്ക് ബേക്ക് ആവുന്ന സമയം കൊണ്ട് ഞാൻ അതിലേക്കുള്ള ആ ഒരു ഷുഗർ സിറപ്പ് റെഡി ആക്കുകയാണ് കേട്ടോ. 1/2 കപ്പ് ഷുഗറും അതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സാധാ രീതിയിലുള്ള ആ ഒരു ക്രീം കേക്കൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് 1/2 കപ്പ് ഷുഗറിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പിന് 1/2 കപ്പ് വെള്ളം തന്നെയാണ് കേട്ടോ. 1/2 കപ്പ് ഷുഗറിന് 1/2 കപ്പ് വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതാ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഷുഗർ സിറപ്പ് തണുത്തതിന് ശേഷമാണ് ഇതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് തണുത്ത് വരട്ടെ. ആ ഒരു സമയം കൊണ്ട് ഇതാ നമ്മളെ കേക്കൊക്കെ ഒന്ന് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ബേക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഈ ഒരു ബേക്കിംഗ് മോൾഡിൽ നിന്ന് ഈ ഒരു കേക്ക് ഒന്ന് മാറ്റിയെടുത്തിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് മാറ്റി അതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും, ഇത് അത്യാവശ്യം നല്ലോണം തന്നെ ചൂടുണ്ട് കേട്ടോ. ആ ഒരു ചൂടൊക്കെ നല്ലോണം അറിയതിന് ശേഷമാണ് ഇതിലേക്ക് ഷുഗർ സിറപ്പൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി വരട്ടെ.
ഇനിയിപ്പോൾ ഇതാ ഷുഗർ സിറപ്പിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഹണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 ടീസ്പൂണ് ഹണിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ഹണി ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഈ ഒരു ഷുഗർ സിറപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ആ ഒരു ഹണിയും കൂടി ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പം ഞാനിവിടെ 1 ടീസ്പൂണ് ഹണി ഇതിലേക്ക് ചേർത്തിട്ട് എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഈ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ജാമാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ജാം നമുക്കൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. അത്യാവശ്യം കട്ടിയിലായിരിക്കും ഈ ഒരു ടിന്നിൽ ഉണ്ടാവുക. ഇതിനെ ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ ഈ ഒരു ടിന്ന് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ ഒന്ന് മെൽറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല കേട്ടോ. ഇത് നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ജാം എടുക്കുന്ന സമയത്ത് ഈ ഒരു റെഡ് കളറിലുള്ള ജാം തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോഴാണ് ആ ഒരു കേക്കിന് ആ ഒരു ഭംഗി കൂടുതലായിട്ട് ഉണ്ടാവുക. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് ആ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് ജാം സ്പ്രെഡാക്കി കൊടുക്കുമ്പോൾ എന്തായാലും ഒന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു എല്ലാ ഭാഗത്തേക്കും അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇതാ അതൊന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊന്ന് ആറിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ആ ഒരു കേക്കിൻ്റെ ആ ഒരു തിക്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കേക്ക് ജെല്ല് ചേർത്തുകൊണ്ടാണ് കേട്ടോ ഇത്രയും തിക്നെസ്സിലും നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു കേക്കിൻ്റെ മുകൾ ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾ പീസ് കേക്കൊക്കെ ഉണ്ടാക്കൂലേ, ആ ഒരു സമയത്ത് ഇതുപോലെ തന്നെ കേക്ക് ചെയ്തെടുത്തിട്ട് അതിലേക്ക് പൈനാപ്പിൾ എസൻസും മിൽക്ക് എസൻസും ഒക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ അതിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു യെല്ലോ ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ ഈ ഒരു കേക്ക് ഒന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ഷുഗർ സിറപ്പില്ലേ, ഹണിയൊക്കെ ചേർത്തിട്ടുള്ള അതിന്ന് കുറച്ച് ഭാഗം ഇതിലേക്ക് ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഈ ഒരു ഷുഗർ സിറപ്പ് മുഴുവനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കേക്കിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പം അതല്ല നിങ്ങൾക്ക് ആ ഒരു ഡെസിക്കേറ്റ് കോക്കനട്ടൊക്കെ മുഴുവനായിട്ട് കോട്ട് ചെയ്തെടുക്കണം എന്നാണെങ്കിൽ അതിന്ന് കുറച്ച് ഇതിലേക്ക് സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളതിൽ ഡിപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം നേരത്തെ നമ്മളത് മെൽറ്റാക്കി വെച്ചിട്ടുള്ള ആ ജാം അതിൻ്റെ മുകളിൽ മുഴുവനായിട്ട് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പീസാക്കിയിട്ട് ഇതുപോലെ ഈ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് നമ്മൾ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പീസാക്കി എടുക്കുക ചെയ്യുന്നത്. ഈ ഒരു കേക്ക് ഞാൻ 8 പീസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഷുഗർ സിറപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ ഒരു പരന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഇതിലുള്ള ഓരോ പീസും എടുത്തിട്ട് ആ ഒരു ഷുഗർ സിറപ്പിൽ നമ്മളൊന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കണം. അപ്പം ഇതാ കണ്ടില്ലേ, നമ്മളിതാ അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു പീസാണ്. അതിൻ്റെ ഉൾവശം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അത്യാവശ്യം നല്ല തിക്നെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ സിറപ്പിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ ഒരു ജാമുള്ള ഭാഗം മാത്രം ഡിപ്പ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അതിന് ബാക്കി ചുറ്റിലുള്ള ആ ഒരു കേക്കിൻ്റെ ഭാഗം ഇതുപോലെ ഷുഗർ സിറപ്പിൽ നമുക്ക് നല്ലവണ്ണം ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇത് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് ഷുഗർ സിറപ്പ് പെട്ടെന്ന് തന്നെ അത് വലിച്ചെടുക്കും കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ റെഡിയാക്കിയത് 1/2 കപ്പ് ഷുഗറിലുള്ള ഷുഗർ സിറപ്പാണ്. പക്ഷെ അത് തികഞ്ഞുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വീണ്ടും റെഡിയാക്കി 1/4 കപ്പോളം വീണ്ടും റെഡിയാക്കി എടുക്കുക ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ 1/2 കപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് നിങ്ങൾ 3/4 കപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി നല്ലത്. അപ്പോൾ ഇതാ ഓരോ ഭാഗവും അതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഡെസിക്കേറ്റഡ് കോക്കനട്ട് അതിലേക്ക് മുഴുവനായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു ഷുഗർ സിറപ്പിൽ കേക്ക് ഡിപ്പ് ചെയ്തെടുത്തിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ കോട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ ഇത് കോട്ട് ചെയ്ത് കിട്ടും കേട്ടോ. നമ്മൾ മുഴുവൻ ഷുഗർ സിറപ്പും കേക്കിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടാണ് ഈ ഒരു കേക്ക് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ നമ്മൾ ഈ ജാം സ്പ്രെഡാക്കി കൊടുക്കുന്നില്ലേ, അതിൻ്റെ മുകളിലായിട്ട് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് കോട്ട് ചെയ്തെടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് കോട്ടായിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു കേക്കിൻ്റെ പീസസ് എല്ലാം ഇതുപോലെ ഡിപ്പ് ചെയ്തെടുത്തിട്ടാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ.
അപ്പോൾ അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല അടിപൊളിയാണ് കേട്ടോ. അത് കഴിക്കാൻ മധുരം കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കാണ് ഈ ഒരു കേക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പം മധുരം അധികം കൂടി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിതിലേക്ക് ചേർക്കുന്ന ആ ഒരു ഷുഗറിൻ്റെ അളവ് കുറച്ചാലും മതി. അപ്പം അത്യാവശ്യം മധുരമുള്ള ഒരു കേക്ക് തന്നെയാണ് കേട്ടോ ഇത്. കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് കേട്ടോ ഇത്. ആ ഒരു കളർ കൊണ്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു മധുരം കൊണ്ടുമാണ് കേട്ടോ കുട്ടികൾ കൂടുതലായിട്ട് ഇത് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ ഈ ഒരു കേക്ക് വാങ്ങുന്ന സമയത്ത് കേക്ക് ജെല്ലും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അല്ലേ. അപ്പം നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ കേക്ക് റെഡിയാക്കി എടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്തിട്ട് ഇതുപോലെ ജാമും ഡെസിക്കേറ്റ് കോക്കനട്ടും ഒക്കെ ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് കേക്ക് ജെല്ല് വെച്ചിട്ട് മൈദപ്പൊടിയൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്നുള്ളതിൻ്റെ റെസിപ്പി ഇടുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതോടുകൂടിയാണ് കേട്ടോ ഞാൻ കേക്ക് ജെല്ല് വെച്ചിട്ട് കേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ വീട്ടിൽ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് വെച്ചാൽ ആ രീതിയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.